ഞാൻ ഇന്നലെ രാത്രി ചില സ്വകാര്യ ആശുപത്രികളിൽ പോയി. അവിടുത്തെ ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത് അവരോട് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ്. ഒരു ഗതിയുമില്ലാതെയാണ് ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ചികിത്സയ്ക്കായി അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഈ അപകടമുണ്ടായപ്പോൾ അവർ നിർബന്ധരായതാണ് മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ വേണ്ടി. അവരോട് പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെലവുകൾ പൂർണ്ണമായും ജില്ലാ ഭരണകൂടം വഹിക്കണം. രണ്ടാമത്തെ കാര്യം കാഷ്വാലിറ്റി. ഇത്രയും വലിയ സൗകര്യമുള്ള മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ സാധിക്കില്ല പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് പറയുണ്ടോ? ബീച്ചിലാണ് ഇപ്പോൾ കാഷ്വാലിറ്റി ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇവിടെ തന്നെ താൽക്കാലികമായി എത്രയും പെട്ടെന്ന് പെർമനന്റായ കാഷ്വാലിറ്റി ആരംഭിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സാധിച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ക്യാമ്പസിൽ കാഷ്വാലിറ്റി പ്രോഗ്രാം ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഞങ്ങൾ നിരന്തരമായി കലക്ടറെയും പ്രിൻസിപ്പാളെയും ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ്. അന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇന്നലൊരു കന്മതിൽ പൊളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവിടെ പൂർണ്ണമായും മതിൽ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ NG യൂണിയൻകാരാണ് അതിനുവേണ്ടി പ്രശ്നം ചെലുത്തിയ നിർബന്ധി ചെയ്യിച്ചിരുന്നത്. അന്നേ ഞങ്ങൾ പറഞ്ഞു ഇത് അപകടമാണ്. അപ്പോൾ പറഞ്ഞു അത് അപകടം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ കണ്ടില്ലേ, ഈ കന്മതിൽ ഒന്നിച്ച് നേരിട്ട് പോയി കലക്ടറോട് പ്രിൻസിപ്പളോട് പറഞ്ഞിട്ട് ചെയ്തെന്ന് പറഞ്ഞാണ്. പക്ഷെ ചെവിക്കെട്ടില്ല. ഒരുണ്ട് റാമ്പിന്റെ അകത്ത് മാലിന്യ കുമ്പരം നിരവധിയായ തവണകൾ പറഞ്ഞാണ് മെയിൻ്റനൻസ് നടക്കുന്നില്ല. ഒരു കുഴപ്പമില്ലെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞു. മാത്രമല്ല ഇന്നത്തെ സൂപ്രണ്ട് ഈ പറഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചപ്പോൾ, ഞാനും MP ഒക്കെ വിളിച്ചപ്പോൾ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചത്. പക്ഷെ പ്രിൻസിപ്പളും മറ്റു ആളുകളെ കൂടെ വളരെ നന്നായി സേവനം നടത്തി. അത് ഞാൻ മോശം പറഞ്ഞില്ല. പക്ഷെ സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അലംഭാവം, അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് അലംഭാവം, അതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രതിരോധ പ്രവർത്തനത്തിലുണ്ടായ തടസ്സങ്ങളും അന്വേഷണ വിധേയമാക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒന്ന് പ്രവീൺ കുമാറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഒരു വീഴ്ച സംഭവിച്ച ശേഷമല്ല, അതിനു മുമ്പ് കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരുന്നു, അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. ഇത് വലിയ രീതിയിലൊരു അലംഭാവമാണ് ഉണ്ടായത് എന്ന കാര്യത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്.